റഷ്യ യുക്രൈൻ യുദ്ധം സമാനതകളില്ലാത്ത തരത്തിൽ മുന്നോട്ടു പോവുകയാണ്. സമാധാനം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. യുക്രൈൻ കീഴടങ്ങിയാലേ യുദ്ധം അവസാനിക്കൂ എന്ന പ്രതീതി സൃഷ്ടിച്ചതുപോലെയാണ് റഷ്യയുടെ നീക്കങ്ങൾ. ഇപ്പോഴിതാ യുക്രൈൻ സംഘർഷത്തിന്റെ നിർണായക ലോജിസ്റ്റിക്സ് കേന്ദ്രമായ കുപ്യാൻസ്ക് നഗരം പൂർണ്ണമായും മോചിപ്പിക്കാൻ റഷ്യൻ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് വിവരം. പക്ഷേ യുദ്ധമുഖത്തെ ഈ കനത്ത തിരിച്ചടി അംഗീകരിക്കാൻ യുക്രൈൻ ഇപ്പോഴും തയ്യാറല്ല. പിന്നെ എങ്ങനെ തീരും അധികാരത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ യുദ്ധം? ഒപ്പമുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? കുപ്യാൻസ്കിന് സമീപം നിലയുറപ്പിച്ച യുക്രൈൻ സേനയുടെ സ്ഥാനം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതൊഴികെ അവർക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ല. വടക്ക് കിഴക്കൻ മേഖലയിലെ നിർണായക ലോജിസ്റ്റിക് കേന്ദ്രമായ കുപ്യാൻസ് നഗരം പൂർണ്ണമായി മോചിപ്പിക്കുമെന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട യൂണിറ്റ് കമാൻഡർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ നഗരത്തിന്റെ ഭാഗിക നിയന്ത്രണം റഷ്യൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. സെപ്റ്റംബറിൽ നഗരഹൃദയത്തിൽ റഷ്യൻ സൈന്യം നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. കുപ്യാൻസ്കിലും ക്രാസ്നോർമെയ്ൻസ്കിലുമായി 10,000-ത്തിലധികം യുക്രൈൻ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റഷ്യയുടെ കണക്ക്. ഈ സൈനികരെ കീഴടങ്ങലിന് സമ്മതിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ സൈന്യം പിന്നോട്ടു പോവുകയാണെന്നും നഗരങ്ങൾ തങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും യുക്രൈൻ ഇപ്പോഴും അവകാശപ്പെടുന്നു. റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ യുക്രൈൻ പോരാടുമ്പോൾ സ്വന്തം പ്രതിരോധ സേനയിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എലൈറ്റ് യൂണിറ്റുകളുടെ കമാൻഡർമാർ വരെ സൈനികരുടെ പലായനം തുറന്നു സമ്മതിക്കുന്നു. യുദ്ധഭൂമിയിലെ ശത്രുവിനെ മാത്രമല്ല, സ്വന്തം സൈനികരുടെ കൂട്ട ഒളിച്ചോട്ടവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതോടെ സൈനികരുടെ എണ്ണത്തിൽ ഭീമമായ കുറവുണ്ടാകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ബലപ്രയോഗത്തിലൂടെ സേനയുടെ ഭാഗമാക്കാനും അധികൃതർ നിർബന്ധിതരാകുന്നുണ്ട്. റഷ്യൻ സേനയിൽ നിന്നുള്ള ബാഹ്യമായ വെല്ലുവിളിയേക്കാൾ വലുത് യുക്രൈനെ സംബന്ധിച്ച് സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ്. സൈനികരുടെ വൻതോതിലുള്ള ഒളിച്ചോട്ടവും മൊബിലൈസേഷനിലെ ക്രൂരമായ രീതികളും ആണ് ഇതിന് കാരണം. യുക്രൈൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് സെലൻസ്കിയുടെ വാക്കുകളും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം യുക്രൈൻ ജനതയെ വഞ്ചിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സൈനിക മേധാവികളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും 10,000-കണക്കിന് സൈനികർ അകപ്പെട്ടതും യാഥാർത്ഥ്യം മറച്ചുവെക്കാനുള്ള യുക്രൈന്റെ ശ്രമങ്ങളും ഈ ഭരണകൂടത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത്. കീഴടങ്ങലിന് അവസരം നൽകിയിട്ടും സ്വന്തം സൈനികരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ നടപടി സെലൻസ്കി ഭരണകൂടത്തിന്റെ ക്രൂരമായ നിലപാട് എന്നാണ് വിലയിരുത്തുന്നത്. യുക്രൈൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി യുക്രൈൻ യുദ്ധഭൂമിയിലെ സത്യം അംഗീകരിക്കുക എന്നത് മാത്രമാണ്. അതല്ല മറ്റെന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കേണ്ടതും സെലൻസ്കി തന്നെയാണ്. അതിലൂടെ റഷ്യയ്ക്ക് മുന്നിൽ തളർന്നു വീണില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കും. പക്ഷേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ യുക്രൈന് കഴിയുന്നില്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്തിമ ഫലം സ്വന്തം സൈനികരുടെ നിസ്സഹകരണത്തിലൂടെ തീരുമാനിക്കപ്പെട്ടേക്കാം.